ഹലോ, ഒന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ മുത്താട്ടം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുരിങ്ങാക്കൊമ്പം കുറച്ച് കൊമ്പുകളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് റോനൂസ് അമ്മക്ക് തേങ്ങ പൊളിച്ചു കൊടുക്കുക കേട്ടോ, മുരിങ്ങാക്കറിക്കുള്ള തേങ്ങ. അതിനുശേഷമാണ് അവൻ പല്ല് തേക്കുന്നത്. ഉമ്മിക്കരി ഇട്ടിട്ടാണ് പല്ല് തേക്കുന്നത്. അപ്പോഴേക്കും ഉമ്മ തൊടിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് കുറച്ച് കാന്താരി മുളകൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, ചമ്മന്തി അരക്കാനെന്നും പറഞ്ഞിട്ട്. അപ്പോൾ മുത്താട്ടം അതാ മുരിങ്ങാക്കൊമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. വലിയൊരു കത്തിയൊക്കെ ഉണ്ട് കയ്യിൽ കേട്ടോ. അതുകൊണ്ട് 2 പ്രാവശ്യം വെട്ടിയപ്പോൾ തന്നെ അതാ കൊമ്പ് താഴെ വീണു. അപ്പോൾ മുത്തേട്ടൻ താഴെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കത്തി കണ്ടത് കേട്ടോ. കണ്ടാൽ തന്നെ പേടിയാവൂലേ. മുത്തേട്ടത് തേങ്ങ വെട്ടുന്ന കത്തിയാണ് കേട്ടോ, നല്ല മുറിച്ചുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ അതാ മുരിങ്ങാക്കൊമ്പെന്ന് ആ മുരിങ്ങൻ്റെ ഇല്ലിയൊക്കെ അടർത്തിയെടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് മതി നമുക്കൊന്ന് വേണ്ടിയിട്ട് കുറച്ച് അടുത്ത വീട്ടിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം അതാ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ മുരിങ്ങ ഇതുപോലെ പരിപ്പും മുരിക്കും വെച്ചു. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം കേട്ടോ. അപ്പോൾ ഞാൻ റോഷ്മോൻ്റെ കൂടെ ബൈക്കിലാണ് പോണത്. അങ്ങോട്ട് അവൻ്റെ കൂടെ പോയിട്ട് ഇങ്ങോട്ട് ബസ്സിന് പോരാന്ന് വിചാരിച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ചുങ്കത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ബ്ലോക്കായിരിക്കും ഈ ടൈമിൽ. പിന്നെ അതാ ബസ്സിന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മളെ ഗ്രാമത്തിലെ പച്ചപ്പ് കണ്ട് ഏത് സമയത്ത് ഏത് വേനൽക്കും ഇതുപോലെ പച്ചപ്പായിരിക്കും കേട്ടോ അവിടെയൊക്കെ. പലയിടത്തൊരു സന്തോഷമാണല്ലേ നമ്മുടെ നാടും നാട്ടുവഴികളും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും അതാ പരിപ്പും മുരിങ്ങയും കറി, മാന്തളും മീനും, മീൻ കറി, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഉറങ്ങിയാണ് ശേഷം ഞാൻ കൊണ്ടുവന്നത് അതൊക്കെ കേട്ടോ. പെണ്ണുമ്മാക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ്. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.